മരണത്തെ വെല്ലുന്ന പ്രണയമായിരുന്നു അവൾക്ക് ദിവ്യകാരുണ്യ ഈശോയോട്. ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം യൗവനത്തിന്റെ ലഹരിയായിരുന്നു ആ ഈശോ കൊച്ചിന്. കണ്ണും കാതും തുടങ്ങി ശരീരഭാഗങ്ങൾ ഒന്നൊന്നായി കാർന്നെടുത്ത ക്യാൻസറിന്റെ സഹനങ്ങൾ സ്വർഗീയ മണവാളനിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു ആ ദിവ്യകാരുണ്യ വാനമ്പാടിക്ക്. അജ്ന ജോർജ് ദിവ്യകാരുണ്യ ഭക്തിയുടെ തീക്ഷ്ണതയാൽ കാർലോ അക്യൂറ്റിസിന്റെ സഹോദരി എന്ന ഖ്യാതി നേടിയ കേരള സഭയുടെ അഭിമാനം. 27-ാം വയസ്സിൽ മരണത്തോട് മല്ലടിക്കുമ്പോഴും അനുദിന ദിവ്യകാരുണ്യ സ്വീകരണം അവൾക്ക് നിർബന്ധമായിരുന്നു. ട്യൂബിലൂടെ പോലും പരിശുദ്ധ കുർബാന ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ ഭൂമിയിലെ അവസാന ദിനങ്ങളിൽ അനേകരോട്, പ്രത്യേകിച്ച് യുവാക്കളോട് ജീവിതവും മരണവും കൊണ്ട് അവൾ സുവിശേഷം പ്രഘോഷിച്ചു. ആ ജീവിതം എത്രത്തോളം ഇന്നും വിശുദ്ധിയുടെ പരിമളം പരത്തുന്നു എന്നതിന് തെളിവായിരുന്നു ജനുവരി 21 ബുധനാഴ്ച അവളുടെ നിത്യതയിലുള്ള 4-ാം ജന്മദിനത്തിൽ അവളെ അടക്കിയിരിക്കുന്ന കൊച്ചി തൈക്കൂടം സെന്റ് റാഫേൽസ് ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിലുള്ള അനുസ്മരണ ശുശ്രൂഷകൾ. തുടർന്നുള്ള കല്ലറയിലെ പ്രാർത്ഥനകളിലും മറ്റു പരിപാടികളിലും എത്തിച്ചേർന്ന ജനസമൂഹം അജ്നയുടെ മരിക്കാത്ത ഓർമ്മകളുടെ തെളിവായി മാറി. അജ്നയെപ്പറ്റിയുള്ള സാക്ഷ്യങ്ങളും അനുസ്മരണങ്ങളും വാക്കുകളായും ചിത്രങ്ങളായും കണ്ണീരായും അന്തരീക്ഷത്തിലെങ്ങും സുവിശേഷത്തിന്റെ ആഹ്വാനങ്ങളായി പ്രതിധ്വനിച്ചു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ സെന്റ് റാഫേൽ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അജ്ന മരിച്ച് ആദ്യമായിട്ട് ഒരു മീഡിയയുമായിട്ട് വീട്ടിലെത്തുന്നത് ഞങ്ങളായിരുന്നു. ഇന്ന് ഒരുപാട് പേർ അജ്നയുടെ കല്ലറ സന്ദർശിക്കുന്നു, ഒരുപാട് പേര് അജ്നയോട് ചേർന്ന് നിൽക്കുന്നു, വന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കാണാനും കേൾക്കാനും ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം പരിശുദ്ധ കുർബാനയുടെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമല്ല, ഒരുപാട് യുവജനങ്ങളെ ആകർഷിക്കുന്നു. ഇപ്പം എൻ്റെ കൂടെ ആണെങ്കിലും ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് ഓഫ് ദ ഹോളി യൂക്രിസ്റ്റ് എന്ന് പറയുന്ന മിനിസ്ട്രിയിൽ നിന്ന് ഞങ്ങൾ ഏതാണ്ട് 8ഓളം യുവജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരിങ്ങനെ ഒരു ജീവിതമാണെന്ന് കേട്ടാണ് അവർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാനിങ്ങോട്ട് വരാൻ 4 വർഷമായിട്ട് അജ്നയുടെ അമ്മ അച്ചാമ്മ ചേച്ചി എന്നെ വിളിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഇതുവരെ വരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്രാവശ്യം വരാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതായത് ഞാനിങ്ങനെ പരിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷയായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ എക്സിബിഷൻ, ദിവ്യകാരുണ്യ രാത്രി, ഇങ്ങനെ പരിശുദ്ധ കുർബാനയുടെ പല ദിവ്യകാരുണ്യ ധ്യാനങ്ങൾ, ഇങ്ങനെ കുർബാനയായിട്ട് ബന്ധപ്പെട്ട ജീവിതവും അതുപോലെ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്ട്രിയാണ് ഈ ഫ്രണ്ട്സ് ഓഫ് ദ ഹോളി യൂക്രിസ്റ്റ് എന്ന് പറയുന്ന MCBS സഭയുടെ നേതൃത്വത്തിലുള്ള ഈ മിനിസ്ട്രി ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ നാളുകളിൽ കൊല്ലത്ത് മയ്യനാട് എന്ന് പറയുന്ന ഇടവകയിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ ഞങ്ങളുടെ ടീമാണ് ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പം ആദ്യത്തെ ദിവസം ആളുകളൊന്നുമില്ല, ആളുകൾ വളരെ ശുഷ്കമാണ്, ആളുകൾ തീരെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു മനസ്സിൽ വന്നൊരു ആശയം, അതായത് ഞാൻ അജ്നയുടെ അമ്മ അച്ചാമ്മ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചാമ്മ ചേച്ചി ഒന്ന് അജ്നയോട് ഈ കാര്യം ഒന്ന് പറയണം. കാരണം അച്ചാമ്മ ചേച്ചി ആണല്ലോ അജ്നയെ നോക്കിയതും വളർത്തിയതൊക്കെ. അപ്പോൾ അച്ചാമ്മ ചേച്ചി ഇത് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ധ്യാനം നാളെ തൊട്ട് നല്ല എഫക്റ്റീവായിട്ട് നടക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അച്ചാമ്മ ചേച്ചി ഒന്ന് പറയണമെന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇട്ടു. ഏതായാലും 2ാമത്തെ ദിവസം തൊട്ട് ധ്യാനത്തിന് ആളുകൾ വരാനും ധ്യാനം നല്ല അഭിഷേകത്തിൽ മുന്നോട്ട് പോകാനും ഇടയായി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷദായകമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതുകൊണ്ട് അച്ചാമ്മ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, അച്ചാമ്മ ചേച്ചി 4 വർഷമായിട്ട് വിളിക്കുന്നു, പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയത്. കണ്ണൂരിൽ നിന്നാണ്. അല്പം യാത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ എങ്കിലും ഇവിടെ വരുമ്പം ഒരു ഭയങ്കര എനർജിയാണ്. ഒരുപാട് യുവജനങ്ങളെ ഇവിടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എൻ്റെ കൂടെ വന്നിരിക്കുന്ന യുവജനങ്ങൾക്കും അതൊരു പുത്തൻ അനുഭവമാണ്. കാരണം ഇതുപോലുള്ള എക്സാമ്പിൾസാണ് ശരിക്കും സഭയിൽ എടുത്തു വെക്കേണ്ടത്. ഇതൊക്കെ നമ്മുടെ സഭയെ മാറ്റിമറിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ DJ പാർട്ടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങൾ കൊണ്ടോ നമ്മൾ പണം കൊണ്ടോ പദവി കൊണ്ടോ ഒക്കെ ആളുകളെ പ്രചോദിപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള ആളുകളാണ് ശരിക്കും യുവജനങ്ങൾക്ക് ഉത്തേജനമായി മാറുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ നടക്കുന്ന ഒരുക്കങ്ങളും ഇവിടുത്തെ ശുശ്രൂഷകളും ഇവിടുത്തെ എക്സിബിഷനും. അതുപോലെ കുർബാനയ്ക്കൊക്കെ ആണെങ്കിലും കുറേ ആളുകൾ വരുന്നു. ഇടവക വികാരിച്ചനൊക്കെ ആണെങ്കിലും വളരെ സജീവമായി രംഗത്തുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിവിടെ ആയിരിക്കാൻ എന്നത്. ഒരുപാട് സന്തോഷം. നമുക്കെല്ലാം ഒരു സ്വർഗീയ മധ്യസ്ഥയായി അജ്ന മാറട്ടെ എന്നൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഒരു കുഞ്ഞി പെങ്ങള് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മെ അറിയാവുന്ന ഈ കാറ്റ് ശ്വസിച്ച് ഈ ടൗണിൻ്റെ പ്രദേശത്ത് പോലും വിശുദ്ധിയിൽ ജീവിക്കാം. എല്ലാ കാഴ്ചയും എല്ലാ തിന്മ ചെയ്യാനുള്ള എല്ലാ സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ നിന്നൊരാൾ ഇന്ന് ഈ ഒരു ഇത്തരത്തിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിലും വിശുദ്ധിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും എവിടെയാണെങ്കിലും വിശുദ്ധി എന്ന് പറയുന്ന പുണ്യം ആളുകളെ ആകർഷിക്കും എന്നുള്ളതിൻ്റെ
ഏറ്റവും വലിയ തെളിവാണ് അജ്ന. ജീസസ് യൂത്തിൻ്റെ കേരള ആർട്സ് ടീമിൻ്റെ കോർഡിനേറ്റർ മെൽവിനും അവരുടെ കൂട്ടുകാരും കൃത്യമായിട്ട് ഇവിടെയുണ്ട്. അവരോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ അജ്നയുടെ ഈ 4ാമത്തെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇത്രമാത്രം ആൾക്കാർ ഒരുമിച്ച് കൂടും, കൂടുതൽ യുവജനങ്ങൾ കൂടുന്നതിൻ്റെ പിന്നിൽ നിങ്ങളൊക്കെ ഇങ്ങനെ വരുവാൻ, ഇങ്ങനെ സഹകരിക്കാനൊക്കെ പ്രേരകമായ ശക്തി എന്താണ്? ചേച്ചി നമുക്ക് കാണിച്ചു തന്നേക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈശോയോടുള്ള ആ സ്നേഹവും ദിവ്യകാരുണ്യത്തോടുള്ള ആ സ്നേഹവും, അതാണെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. കാരണം ഇത്രയധികം ആൾക്കാർ ഇവിടെ വരണമെങ്കിൽ ചേച്ചി വഴി ഒത്തിരി പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈശോയുടെ ആ സ്നേഹം അനുഭവിക്കാനും. ആ ചേച്ചിയുടെ ഒത്തിരി വേദനകളിലൂടെയും ചേച്ചി കാണിച്ചു കൊടുത്തൊരു കാര്യമുണ്ട്, ഈശോയിലേക്ക് അടുത്ത് നിൽക്കാനുള്ള ഓരോ കാരണങ്ങളുണ്ട്. നമ്മൾ ചെറിയ ചെറിയ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഈശോയിൽ നിന്നും മാറിപ്പോവുകയും നമ്മൾ പോലും പലപ്പോഴും തള്ളിപ്പറയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ചേച്ചി നമുക്കൊരു ഉദാഹരണമായിട്ട് മാറുകയാണ്. എങ്ങനെ ഈശോയെ ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തയോടുകൂടിയും വലിയ കാര്യങ്ങളാണെങ്കിൽ പോലും, ഇപ്പോൾ ചേച്ചിക്ക് വന്ന ക്യാൻസറിലാണെങ്കിൽ പോലും നമുക്കറിയാം, ബാക്കിൽ കാണുന്ന പിക്ചേഴ്സിലൂടെ നമുക്ക് മനസ്സിലാവാറുണ്ട് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി. അപ്പം അത്രയും ആ ഇൻറ്റൻസിറ്റി പോലും ഈശോയെ പ്രഘോഷിക്കാനും ഈശോയിൽ ഒരിക്കൽ പോലും അല്ലെങ്കിൽ കുർബാന മുടക്കാനോ ഒരു കാരണം കണ്ടെത്താതെ അതിനോടുള്ള ആ സ്നേഹം ഇതിലൂടെയാണ് കാരണം ഇത്രയും ആൾക്കാരിലേക്ക് ചേച്ചി എത്തിയത് തന്നെ. അല്ലെങ്കിൽ ചേച്ചി വഴി കർത്താവിൻ്റെ ഒരു സ്നേഹം മറ്റുള്ളവരേക്ക് എത്തിയത് അതിന് ഉപകരണമായിട്ട് മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ ചേച്ചി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്കും ഈ യുവജനങ്ങളെന്നുള്ള നിലയിൽ ഞങ്ങൾക്കും അതൊരു ഇൻസ്പിറേഷനാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും വീണു പോവാതെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനായിട്ടും ഞങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഈശോയെ പ്രഘോഷിക്കാൻ പറ്റുവാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പം ചേച്ചി നമ്മളോട് എപ്പോഴും പറയുന്ന പോലെ മിഷനറി ആയിരിക്കുക, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ഓടി അടക്കാൻ നമുക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു നൂറ്റാണ്ടിലും ഇത്രയും സാങ്കേതിക വിദ്യകളുള്ള സമയത്ത് പോലും പല കാര്യങ്ങളിലും നമുക്ക് ഡൈവേർട്ടായി പോകാമെങ്കിൽ പോലും അതിനൊക്കെ പുറമെ നമുക്ക് ഈശോയോടുള്ള സ്നേഹം ത്തിലൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് ചേച്ചി നമുക്ക് ഒരു ഉദാഹരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അജ്ന ഏതായാലും ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ ആ സമയമെല്ലാം സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ, അല്ലെങ്കിൽ ദൈവസ്നേഹം അത് ഏറെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തു. അത് സുഖമായിരുന്നപ്പോൾ മാത്രമല്ല, അതായത് ക്യാമ്പസിൽ ജീസസ് യൂത്തിൽ ഒരു സജീവ പ്രവർത്തകയായിരുന്നു, നല്ല ലീഡർഷിപ്പിലുണ്ടായിരുന്നു, മ്യൂസിക് മിനിസ്ട്രിയിലുണ്ടായിരുന്നു, അതുപോലെ പാവങ്ങളുടെ ഇടയിൽ പോകാൻ തയ്യാറായിരുന്നു. ജീസസ് യൂത്തിൽ പറയാറുള്ളത് 6 പില്ലേഴ്സ് എന്നാണ് പറയാറുള്ളത്: പ്രാർത്ഥന, വചനം, കൗദാശിക ജീവിതം, കൂട്ടായ്മ, വചനപ്രഘോഷണം, പാവങ്ങളോടുള്ള പ്രതിബദ്ധത. അതിന് ഒരു വിധത്തിൽ ഏറെ ഭംഗിയായി ആ ആധ്യാത്മികത ജീവിച്ചു. പക്ഷേ പിന്നീട് ഒരു വലിയ സഹനത്തിൻ്റെ മാർഗത്തിലൂടെ കടന്നുപോയി. പക്ഷെ ആ സഹനത്തിലൂടെ കടന്നു പോയപ്പോഴും സന്തോഷത്തിന് ഒരു കുറവുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അത് വലിയൊരു സാക്ഷ്യമായി. ഇന്നിപ്പോൾ ഇവിടെ 4ാമത്തെ വാർഷികത്തിന് നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. വൈദികർ, കന്യാസ്ത്രീകൾ, വിശ്വാസികളെ ധാരാളം പേര്, ധാരാളം ചെറുപ്പക്കാർ, അവർക്കതൊരു ജീവിത സാക്ഷ്യമാകുന്നു. ആരോ പറഞ്ഞതുപോലെ വിശുദ്ധിയുടെ പരിമളമാണ് ഏറ്റവും ശക്തമായ പരിമളം എന്ന് പറയാറുണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ അജ്നയുടെ ആ വിശ്വാസ ജീവിതം അത് സന്തോഷത്തോടു കൂടി ആ സഹനത്തിലൂടെ കടന്നു പോവുകയും അത് അവസാനം വരെയും സാക്ഷ്യത്തിൽ തുടരുകയും ചെയ്തത് അത് ഏവർക്കും അന്നും സാക്ഷ്യമായി തുടരുന്നൊരു സാക്ഷ്യമാകുന്നു. അജ്നയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ക്രൂശിതന്റെ മാലാഖ എന്ന ദൃശ്യാവിഷ്കരണം കണ്ണുനീരോടെ അല്ലാതെ കണ്ടു തീർക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടിയുടെ 4ാമത്തെ ചരമവാർഷികം ഇന്ന് മനോഹരമായിട്ട് ഈ തൈക്കുടത്ത് കടന്നു പോകുമ്പോൾ ദിവ്യബലിക്ക് ശേഷം, പ്രാർത്ഥനകൾക്ക് ശേഷം ഇവിടെ ഏതാനും ജീസസ് യൂത്ത് അംഗങ്ങൾ ഒന്നുചേർന്ന് ഒരു മനോഹരമായ ഒരു അരമണിക്കൂർ നീണ്ടു നിന്ന ഒരു നാടകം അവതരിപ്പിക്കുകയുണ്ടായി. ക്രൂശിതൻ്റെ മാലാഹ. അവിടെ വന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ പിടിച്ചുലച്ച
ഒരു മനോഹരമായ ഒരു ദൃശ്യങ്ങളായിരുന്നു കടന്നുപോയത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും അഭിനയിച്ചവരും ഒക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവരുടെ ഒരു പങ്കുവെക്കൽ നമുക്കൊന്ന് കേൾക്കാം. നമ്മളായിരുന്നല്ലോ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഡയറക്ഷനും ഒക്കെ. ഇത് എങ്ങനെയാണ് ഇതൊരു പ്രേരണ കിട്ടിയത്? എങ്ങനെയാണ് പ്രേരണ കിട്ടിയതെന്ന് പറയുന്നത്, ഞങ്ങളുടെ സഹപ്രവർത്തകയായിരുന്നു അജിന ഒരു ദുരിതം നിറഞ്ഞ ഒരു ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ചത് നമ്മൾ വളരെ വല്ലാത്തൊരു ആകർഷണം തന്നെയായിരുന്നു. പിന്നെ വിൻസെൻ്റ് അച്ഛൻ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു, റെഫറൻസ് എടുത്തു. അപ്പോൾ നമ്മൾ അതിലൂടെ ഉള്ള കുറച്ച് അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് അത് കാണിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിലൂടെ നമ്മൾ 6 സ്റ്റോറീസ് പറഞ്ഞാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള എരൂര് ഇടവകയിലെ കുറച്ച് കലാകാരന്മാരും ഒപ്പം ഞങ്ങളുടെ ജീസസ് യൂത്ത് എറണാകുളത്തുള്ള തിയേറ്റർ ടീമിൻ്റെ കുറച്ച് സഹപ്രവർത്തകരും കൂടിയാണ് ഞങ്ങൾ കഴിഞ്ഞ 20 ദിവസം എടുത്താണ് ഞങ്ങളിത് ചെയ്തത്. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ദൈവം കൈപിടിച്ച് ഓരോ ഘട്ടത്തിലും സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും റെക്കോർഡിംഗ് ആണെങ്കിലും എൻ്റെ ഓരോരോ വർക്കിലും ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫീല് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അജിനയുടെ ഒരു സാന്നിധ്യം പല സ്ഥലങ്ങളിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. അജിന ജീവിച്ചിരുന്നപ്പോൾ അജിനയെ കണ്ടിട്ടുണ്ടോ? അജിനയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ക്രൂഷ്യൽ ഘട്ടത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ കണ്ടിട്ടില്ല പുള്ളിക്കാരത്തിനെ. പക്ഷെ പിന്നീട് പലരും പറഞ്ഞു കേട്ടും, പിന്നെ ഈ പറയുന്നത് പോലെ സ്ട്രഗിൾസിൽ കടന്നു പോകുമ്പോഴും കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം, അത് നമുക്കൊക്കെ ഒരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ ആക്റ്റീവായിരുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾക്കതൊരു വഴികാട്ടി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാമിലൂടെ കുറേയും കൂടി ഞങ്ങൾക്കൊരു വെല്ലുവിളി ഉയർത്തിയേക്കാണ് അജിന. അതിൽ സന്തോഷം. അതുപോലെ തന്നെ അജിനയുടെ 3 രംഗങ്ങൾ അവതരിപ്പിച്ച അല്ലേ 3 പേരുണ്ടല്ലേ? ആരൊക്കെയായിരുന്നു? മോളും നിങ്ങൾ 3 പേരും അല്ലേ? ഈ 3 രംഗങ്ങളിലൂടെ കടന്നു പോകും, പ്രത്യേകിച്ച് അവസാനത്തെ ഒരു നിമിഷങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ഈ അജിനയുടെ ആ നിമിഷങ്ങൾ എത്രമാത്രം അത് ഉൾക്കൊള്ളാനായിട്ട് ആ മേക്കപ്പ് ചെയ്ത് അത്ര നേരം പോലും എനിക്ക് ഇരിക്കാൻ പറ്റണ്ടായില്ല, ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. പക്ഷെ ആ ചേച്ചി അത്രയും സർവൈവ് ചെയ്ത് ആ ഒരു ലാസ്റ്റ് ഇപ്പം കാണിച്ചതിൻ്റെ മേക്കപ്പ് ആകെ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. ഇതിനേലും ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെയാണ് ആ ചേച്ചി പോയച്ചത്. അതിൻ്റെയൊക്കെ ഒരു ഇച്ചിരി നമുക്കിവിടെ കാണിക്കാൻ പറ്റുള്ളൂ, അത്രയൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് അത് കടന്നു പോകാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പം ചേച്ചീനെ സംബന്ധിച്ചേ പറ്റുള്ളൂ. ഈശോനോട് അത്രയും അടുത്തിരുന്നതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോകാൻ പറ്റിയത്. അതുപോലെ തന്നെ ഈശോയോട് ചേർന്ന ക്രൂശനായ ഈശോയോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന ആരായിരുന്നു? നമ്മളായിരുന്നു. ഏതായിരുന്നു? ഈശോ ആരായിരുന്നു? നമ്മളായിരുന്നു. ഓക്കെ, ഈശോ ഇങ്ങനെ പറയും, ഈശോ മുന്നോട്ട്. അപ്പോൾ ഇത് ശരിക്കും ആ നേരത്ത് ഈശോ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഈശോയോട് ആ മുറിവുകളിലേക്കൊക്കെ ചേർത്ത് നിൽക്കുമ്പോഴൊക്കെ ആ നേരത്തെ മ്യൂസിക്കും ആ ജനങ്ങളുടെ ആ സാന്നിധ്യമൊക്കെ വന്ന് നിന്നപ്പോൾ എന്തായിരുന്നു ആ മനസ്സിലേക്ക് കടന്നു വന്നവരുടെ? സത്യം പറഞ്ഞാൽ അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത ഒരു പ്രത്യേകതര ഫീലാണ്. അതായത് ഞാനിപ്പോൾ ഞാൻ SH പഠിച്ചേ. ഞാൻ ജൈവയിൽ കയറിയപ്പോൾ കേൾക്കുന്നതാണ് അജിന ചേച്ചിനെ പറ്റി. അപ്പോൾ എൻ്റെ കൂടെ അല്ലെങ്കിൽ ആ ക്യാമ്പസിൽ പഠിച്ച ഒരു ചേച്ചിയുടെ കഥാപാത്രം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തന്നെ എനിക്കതൊരു വലിയ ഭാഗ്യമായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ ഒരു, അതായത് അതിന് ചേച്ചിയുടെ ചിന്തയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിൽ ഇങ്ങനെ പോകുമ്പോൾ ഈശോയോട് ചോദിക്കുന്ന ആ ഓരോ ചോദ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു സീനിൽ നിൽക്കുമ്പോൾ ഈശോനെ അത്രയും അടുത്തിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി ഈശോനോട് കുറേ പരാതി പറയുന്ന ആളാണ്. അപ്പോൾ ഞാൻ അജിന ചേച്ചിയുടെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇത്രയും അനുഭവിച്ച ഒരാൾ ഇത്രയും സിമ്പിളായിട്ട് ഈശോനോട് സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ വേദനകളെ ഭയങ്കര വലുതായിട്ട് കാണുന്നു എന്നൊരു ചോദ്യം പോലെയായിരുന്നു എനിക്ക്. ഈശോ എത്ര കരുതുന്നുണ്ട്, എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഒരു പ്രത്യേകതര ഫീലായിരുന്നു ആ ഒരു സമയം. അതുപോലെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് പോലെയുള്ള ഹോളിവുഡ് പടങ്ങൾ കണ്ട ജനങ്ങളുടെ ഇടയിൽ അങ്ങ് ഒരു ക്രിസ്തുവായിട്ട് അവിടെ ക്രൂശിതനായിട്ട് അവിടെ ഇങ്ങനെ നിന്നൊരു മകളെ ആശ്വസിപ്പിക്കുന്ന രംഗമുണ്ട്. അത് എന്തുമാത്രം അങ്ങ് ഉൾക്കൊണ്ടായിരുന്നു? ആക്ച്വലി ഞാൻ പലതവണ കർത്താവായിട്ട് ഇങ്ങനെ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കരഞ്ഞുകൊണ്ട് ചെയ്തത്. കാരണം അങ്ങനത്തെ ഒരു ഫീലാണ്. ഞാനത് പറയുകയും ചെയ്തത്. അതിനപ്പുറത്ത് നിന്നിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് ചെയ്തതൊരു ആദ്യമായിട്ടായിരുന്നു. അത്രയും ഒരു ഫീലായിരുന്നു നമ്മൾ ചെയ്യുന്ന സമയത്ത്. അച്ഛാ, ഇവരെല്ലാം മേയിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ഗ്രാനുമേറ്ററും കൂടെയാണ്. ഇവരെല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഇവരെ കൂടി ഇവരിങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴൊക്കെ അച്ഛൻ ഇവരെ കാണുന്നുണ്ടായിരുന്നല്ലോ, അച്ഛൻ ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇവരെ ഇതുപോലെ ഈ അജിനയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു ഇത്രമാത്രം ആവേശത്തോടുകൂടിയൊക്കെ വരുന്നതിൻ്റെ പിന്നിൽ അച്ഛൻ എന്താ മനസ്സിലായത്?
അജന കാണിച്ചു തന്ന ഒരു സ്നേഹമുണ്ട്, ഈശോയോടുള്ള സ്നേഹം അത് തന്നെയാണ്. കാരണം അജനയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴാണെങ്കിലും അത് ജോബിഷ് ഒറ്റയിരിപ്പിന് വായിച്ചു തീർത്തതാണ്. എന്നുവെച്ചാൽ അറിയണമെന്നുള്ളൊരു താല്പര്യം, ആ ഒരു താല്പര്യം ഈശോയോടുള്ള സ്നേഹത്തിലേക്കാണ്. ഇവർ എല്ലാവരും ഈ ദിവസങ്ങളിൽ കുമ്പസാരിച്ച് ഒരുങ്ങി കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ച് ചിലരെങ്കിലും ഉപവാസമൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഒരുങ്ങിയത്. അത്രയും പ്രാർത്ഥനാപൂർവം ഇതൊരു ശുശ്രൂഷയാണ് ഇവരിപ്പം നടത്തിയത്. അതിന് വേണ്ടിയിട്ട് അത്ര ഒരുങ്ങി ഈശോയോടുള്ള സ്നേഹം തന്നെയാണ് അതിൽ വെളിവാകുന്നത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ വീഡിയോ സന്ദേശവും കെയ്റോസ് മീഡിയ അവതരിപ്പിച്ച ഹ്രസ്വ വീഡിയോയുടെ പ്രകാശനവും അനുസ്മരണ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. നമ്മുടെ ഈ തലമുറയിൽ തന്നെ ജീവിച്ച് മൺമറഞ്ഞ അജനയുടെ മാതൃകാ ജീവിതത്തെ സ്നേഹത്തോടെ ഓർക്കുകയും നന്ദിയോടെ പ്രാർത്ഥനയിൽ ഒന്നിക്കുകയും ചെയ്ത ശുശ്രൂഷകൾ കേരള സഭയ്ക്ക് അഭിമാനത്തിന്റെയും പ്രത്യാശയുടെയും നിമിഷങ്ങളായി മാറുകയായിരുന്നു. സ്നേഹരൂപനം യേശുവേ എൻ്റെ ജീവിതാനന്ദ കേന്ദ്രമേ, സ്നേഹമോടെന്നിൽ വാസം ചെയ്യുവാൻ ഒരികന്നാത്മനായക. അതെ, ദിവ്യകാരുണ്യനാഥനെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ എത്രമാത്രം അവൾ ആഗ്രഹിച്ചുവോ അത്രമാത്രം സഹനം അവളെ പാഞ്ഞെടുത്തു. ആ സഹനത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈശോയെ അവൾ ആത്മാർത്ഥമായി തൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹിച്ച് ജീവിതത്തിലേക്ക് ഈശോയുടെ ജീവിതത്തിലേക്ക് അവൾ അലിഞ്ഞു ചേർന്നത്. ആ വലിയ സാക്ഷ്യത്തിൻ്റെ ഓർമ്മയാണ് ഇന്ന് അവളുടെ 4ാം ചരമവാർഷികത്തിൽ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വന്ന യുവജനങ്ങളുടെ സാന്നിധ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും അനേകം പേർക്ക് ദീപികാരുണ്യ ഭക്തിയിലേക്കും ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ അജനയുടെ സാക്ഷ്യം സഹായകരമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഷെക്കീന ടിവിയുടെ വലിയൊരു സമർപ്പണം അജനയുടെ മുമ്പിൽ ഈ പ്രോഗ്രാം ഞങ്ങളിതാ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ അവളുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്യാമറ ലിറ്റിൽ ട്രീസയ്ക്കൊപ്പം സജി ആന്റണി, ഷെക്കീന ന്യൂസ്.